പ്രാവശ്യം സ്റ്റുഡൻറ്റ് സീരീസിൽ ഷെഫീഖാണ് ഷെഫീഖിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫ്രാൻസിൽ ഏജൻസിയുടെ ഹെൽപ്പോ ഏജൻസിക്ക് കാശ് കൊടുക്കാതെ എങ്ങനെ ഫ്രാൻസിലെത്തി എന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആദ്യത്തെ ഇൻറ്റേൺഷിപ്പ് കിട്ടിയത്, എവിടെയൊക്കെയാണ് CV കൊടുത്തത്, എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്തത് എന്നൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഫ്രഞ്ച് ഗവൺമെൻറ്റിൽ നിന്നും കോവിഡ് സമയത്ത് ഹെൽപ്പ് കിട്ടിയത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ആ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് ഇന്ന് ഒരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു കോൺട്രാക്റ്റ് കിട്ടിയത്, ഒരു അപ്രൻറ്റീസ് കോൺട്രാക്റ്റ് കിട്ടിയത് എങ്ങനെയാണ്, ആ കോൺട്രാക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അത് കേൾക്കുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഈ വീഡിയോസ് മൊത്തം കാണുക. ഈ വീഡിയോസ് 1 or 2 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ദയവ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കൂ. അപ്പോൾ ഷെഫീഖ് ഇപ്പം ഇനി എത്ര ദിവസം ഉണ്ടാവും പാരീസിൽ? ഞാൻ നാളെ പോകും. അപ്പോൾ ഷെഫീഖ് ഇപ്പോൾ ക്ലാർമോണിലാണോ? ഇപ്പോൾ പഠിക്കാൻ വന്നത് ക്ലർമോൺ തന്നെ വന്നത്. മർസയിൽ ആക്ച്വലി ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അതിനുവേണ്ടി ഞാൻ മർസയിൽ പോയി. പിന്നെ അവിടെ ഒരു 8-9 മാസം മർസയിലുണ്ട്. ഓക്കെ. അപ്പോൾ ഷെഫീഖ് വന്നതെന്ന് വെച്ചാൽ പാരീസ് വേണ്ട, കാരണം ഇത്തിരി എക്സ്പെൻസീവ് ആണ് പാരീസ്. ഞാൻ എങ്ങനെ വെച്ചാൽ ഞാൻ സിറ്റി ചൂസ് ചെയ്തപ്പോൾ അത് ശരിക്കും അങ്ങനെ ചൂസ് ചെയ്ത് പൊട്ടത്തരാണ്. ഞാൻ ചൂസ് ചെയ്തത് ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ സിറ്റി ഏതാ നോക്കി ചൂസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്നതിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഫസ്റ്റ് പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ ചിലവ് കുറയും, ഓഫ്കോഴ്സ് ചിലവ് കുറവായിരിക്കും ചെറിയ സിറ്റിയിൽ. യെസ്. പക്ഷേ അതിന് വലിയ നെഗറ്റീവ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ നമുക്കൊരു ജോബിനും എല്ലാത്തിനും ജോബ് ഹണ്ടായാലും എല്ലാം വളരെ ചെറുതായിരിക്കും. അപ്പം സാധ്യതകൾ വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഉണ്ട്. പാരീസ് ഓപ്റ്റ് ഇത്രയും വലിയ സിറ്റിയാണ്, ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പാർട്ട് ടൈം ആണ് തന്നെ ഇവിടെ ഒരുപാട് ഇന്ത്യൻ മാർക്കറ്റ്സ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൂളായിട്ട് റെക്കമെൻഡേഷനൊക്കെ ചെയ്തെങ്കിൽ പാർട്ട് ടൈം ഒപ്പിക്കാം. പക്ഷേ മറ്റോടത്ത് ഈ പാർട്ട് ടൈമിൻ്റെ ഇഷ്യൂ വരും. പക്ഷേ ചിലവ് വളരെ പാരീസിൻ്റെ ഹാഫ് ആയിരിക്കും എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ ഏത് കോഴ്സാണ്? ഞാൻ മാസ്റ്റർ ഇൻ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ട് MIM. ഓക്കെ, മാസ്റ്റർ ഇൻ മാനേജ്മെൻറ്റ്. ഓക്കെ. ഏജൻസി മുഖേനയാണോ വന്നത്? അല്ല, ഞാൻ ഏജൻസി മുഖേന, ഞാൻ ഒറ്റയ്ക്ക്. നോ ഏജൻസി. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇതുവരെ നമുക്ക് ഉണ്ടായ പ്രൊഫൈലൊക്കെ ഏജൻസി മുഖേനയാണ് വന്നത്, നോ ഏജൻസി. അപ്പോൾ എങ്ങനെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഇതെന്താ വെച്ചാൽ എല്ലാത്തിനും പ്രോസസ്സ് ഏകദേശം സെയിം പ്രോസസ്സാണ്. ഫസ്റ്റ് നമ്മളുടെ സ്കൂളിലേക്കുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങൾ, പിന്നെ രണ്ടാമത് വിസ, അത്രേ ഉള്ളൂ. ഈ 2 പ്രോസസ്സാണ് മെയിൻലായിട്ട് വരുന്നത്, ക്യാമ്പസ് ഫ്രാൻസ്, വിസ. അപ്പോൾ ഇത് ചെറിയൊരു റിസർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏജൻസി ത്രൂ ആകുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഞാൻ ഇതേപോലെ യൂട്യൂബൊക്കെ തപ്പിയിട്ട് കുറച്ച് റിസർച്ച് ചെയ്ത് എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി. ആദ്യം സ്കൂൾസ് നോക്കി, നല്ല സ്കൂൾസ്. അപ്പോൾ എൻ്റെ കൺസേൺ ഞാൻ പറഞ്ഞ പോലെ സിറ്റി കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്ലെർമോഫെറോൺ പറഞ്ഞിട്ടൊരു സിറ്റി, അത്യാവശ്യം ചിലവ് കുറഞ്ഞ സിറ്റി ഞാൻ മനസ്സിലാക്കി. അവിടുത്തെ ഒരു സ്കൂൾ കണ്ടു. അവിടേക്ക് ഞാൻ ആദ്യം അവിടുത്തെ അഡ്മിഷൻ ഇൻചാർജിനെ ഞാൻ ലിങ്ക്ഡിൻ ത്രൂ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് പുള്ളി എങ്ങാണ്ട് വെക്കേഷനിലെങ്ങാണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് മെയിലൊക്കെ അയച്ചൊന്നു. പുള്ളി തിരിച്ച് എന്താ പ്രോസസ്സ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ ഞാൻ പുള്ളി പറയുന്നതിനനുസരിച്ച് പുള്ളി എന്നെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തു. എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാത്തിനും പുള്ളി. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഫീ പേയ്മെൻറ്റ്. അപ്പോൾ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അതിനെ അസിസ്റ്റ് ചെയ്യും. അത് ഈ നാട്ടിലെ യൂണിവേഴ്സിറ്റീസ് പോലെയല്ല, നമ്മളിവിടെ ഏത് യൂണിവേഴ്സിറ്റീസിലും ആൾക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യും. നാട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ DU പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും പ്രൊഫസറിന് മെയിൽ ചെയ്ത് ഞാൻ തിരിച്ച് റെസ്പോണ്ടേ വരാറില്ല, അവർ മെയിൽ ചെയ്യാൻ നോക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ റെസ്പോണ്ട് ചെയ്ത് അത് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ അടുത്തത് ക്യാമ്പസ് ഫ്രാൻസ് ആണെന്ന് മനസ്സിലാക്കി. ഞാൻ ആദ്യം റിസർച്ച് ചെയ്തിരുന്നു ഇതൊക്കെ, ക്യാമ്പസ് ഫ്രാൻസിൻ്റെ കാര്യങ്ങൾ, പേപ്പേഴ്സൊക്കെ ശരിയാക്കി. പിന്നെ അങ്ങനെ ആക്ച്വലി ക്യാമ്പസ് ഫ്രാൻസ് പറഞ്ഞാൽ നമ്മളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഫ്രാൻസിലേക്ക് വരണമെങ്കിൽ അത് ഈ ക്യാമ്പസ് ഫ്രാൻസ് എന്നുള്ള ഓർഗനൈസേഷൻ ത്രൂവേ വരാൻ പറ്റുള്ളൂ. ഇവരാണ് നമുക്ക് NOC തരുന്നത്. ഫ്രാൻസിലേക്ക് പോകാൻ എലിജിബിളാണ് ഇയാളുടെ കാര്യങ്ങളും ഇതൊക്കെ നോക്കി നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ട് അവർ നമുക്കൊരു NOC തരും. ഈ NOC വെച്ചിട്ടേ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം NOCൻ്റെ ഫുൾ ഫോം നോൺ ക്ലിയർ അങ്ങനെ എന്താ നമ്മുടെ പേരിൽ പ്രശ്നം. യെസ്. അപ്പോൾ NOC എന്ന് പറഞ്ഞാൽ നമ്മൾ എലിജിബിളാണ്, നമ്മളുടെ എന്താ പറയുക ക്ലിയറാണ് നമ്മളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു സാധനം. അപ്പോൾ എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ VFS ത്രൂ ആണ് വിസ അപ്ലൈ ചെയ്യുക. VFS ആണ് യൂറോപ്പിലേക്കുള്ള വിസ ചെയ്യുന്നത്. അപ്പോൾ VFS ത്രൂ ആണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വിസ അപ്ലൈ ചെയ്യുക. പിന്നെ വിസ ആപ്ലിക്കേഷൻ അങ്ങനെ ഇവിടെ എത്തി. യെസ്. അപ്പോൾ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഏജൻസി ചിലപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി ഈ ഒരു കുറേ വേറെ ടൈപ്പ് ഉണ്ടാകും ക്യാമ്പസിന്.
അത് അവരുടെ ഫിനാൻഷ്യൽ ഗെയിനും. യെസ്, അവർക്ക് നല്ല ഗെയിൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിസിനസ് സ്കൂളിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ടെങ്കിൽ മിനിമം അവർക്ക് 1000 euros ഒക്കെ ഒരു ഏജൻസി ഉണ്ടാക്കുന്നുണ്ട്. 1000 euros ചിലപ്പോൾ അത് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ ഡയറക്റ്റ്ലി അവർ ചാർജ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, ക്യാമ്പസ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക, ഇൻ കേസ് സ്കൂളായിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. അതല്ലാണ്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് തന്നെ അവരല്ലാണ്ട് ചാർജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ട്രാവൽ ഇൻഷുറൻസ് എന്നൊരു സാധനമാണ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ. ഈ സംഭവം വേസ്റ്റാണ്, ചുമ്മാ അതാണ് ജസ്റ്റ് ഒരു പേപ്പർ കാണിക്കുക ട്രാവൽ ഇൻഷുറൻസ് എന്നിട്ടുള്ളത്. അതിനൊരു വാല്യൂ ഒന്നുമില്ല വല്ലാണ്ട് കാര്യമായിട്ട്. അപ്പോൾ ഇത് ഞാൻ ബജാജ് അലിയോൺസ് തന്നെയാണ് എടുത്തത്. അതിന് എൻ്റെ ഒരു ഇതുപോലെ ഞാൻ പരിചയപ്പെട്ടൊരു ഫ്രണ്ട് പറഞ്ഞ് അവന് ഇത് ഏജൻസി എടുത്തു കൊടുത്ത് തരണം. അപ്പോൾ ഏജൻസി എടുത്തു കൊടുത്ത് 8,000 എങ്ങാണ്ട് ചാർജ് ചെയ്തു തരണം. ഞാൻ ബജാജ് അലിയോൺസ് ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ സാധനം വേണമെന്ന് പറഞ്ഞ് കാണിച്ചെടുത്തപ്പോൾ അവനെനിക്ക് 4,000 എങ്ങാണ്ട് ചാർജ് ചെയ്തു. അപ്പോൾ ഓരോന്നിൽ നിന്നും ഏജൻസിയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമോ നോക്കിയിട്ട് അവർ നമ്മളുടെ ഓരോ സാധനത്തിൽ നിന്നും വലിക്കും മാക്സിമം. അപ്പോൾ അവിടുന്ന് ഡബിൾ ആയിരുന്നു. അപ്പോൾ ത്രൂ ഏജൻസി പോയൊരു കുട്ടിക്ക് 8,000 ആയി. അത് സെയിം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോസ്റ്റൽ ചെയ്യണം, കാഫിനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അപ്പോസ്റ്റൽ ചെയ്യാനോ ഒക്കെ ആയിട്ട് ഞാൻ ഡൽഹിയിലായതുകൊണ്ട് അവിടെ കുറേ ഏജൻസി അങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് സ്ഥലത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മാക്സിമം 3,000 rupees വരുള്ളൂ, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അപ്പോസ്റ്റൽ ചെയ്യാൻ. പക്ഷേ അത് നേരെ ഒരു ഏജൻസി ത്രൂ ചെയ്യുകയാണെങ്കിൽ അതായത് അവരതിനെന്തായാലും ഒരു 5,000 എബോ ചാർജ് ചെയ്യും. അപ്പോൾ അതാണ് അവർ ഓരോന്നിൽ നിന്നും മാക്സിമം നമ്മൾ ഊറ്റി അവർ പറയും സ്റ്റുഡൻസിൻ്റെ അടുത്തൊന്നും ചാർജ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ അവർ അങ്ങനെ ചാർജ് ചെയ്യാണ്ട് അവരെ ജീവിക്കാൻ പറ്റും, അവരും ബിസിനസ്സല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർ ചാർജ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ്. പക്ഷേ നമുക്ക് കുറേ തലവേദന കുറയും ഏജൻസി ആകുമ്പോൾ. കാരണം ചില പേപ്പറിനൊക്കെ നമ്മൾ തന്നെ ഓടിപ്പോയേണ്ടി വരും. പക്ഷേ ഏജൻസി ആകുമ്പോൾ കുറേ തലവേദനകൾ കുറയും. പക്ഷേ എനിക്ക് അതിൻ്റെ സൈഡിൽ അവർ മാക്സിമം നമ്മുടെ അടുത്ത് പൈസ എടുക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഇതാണ്. അപ്പോൾ ഏജൻസി ഇല്ലാണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കൂളുകൾക്ക്, നിങ്ങളിപ്പോൾ ബിസിനസ് സ്കൂളാണെങ്കിൽ അവർക്ക് മെയിൽ അയക്കുക, കോൺടാക്ട് ചെയ്യും. യെസ്, അവരതിന് റെസ്പോണ്ട് ചെയ്യും. കാരണം മെയിൻലി ബിസിനസ് സ്കൂളൊക്കെ ആണെങ്കിൽ എന്തായാലും, കാരണം അവർക്ക് നമ്മൾ വരണം എന്നാണ് ആവശ്യം. അപ്പോൾ അവർ ഒബ്വിയസ്ലി അവർ റെസ്പോണ്ട് ചെയ്യും. പിന്നെ അവർ നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം എന്താ പറയുക, വിസൻ്റെ കാര്യം സ്കൂളല്ല നോക്കുക. വിസ എന്നുള്ള സാധനം നമ്മൾ VFS ത്രൂ ക്യാമ്പസ് ഫ്രാൻസ് ത്രൂ ആണ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വിസ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മുന്നേ പോയ അലുമിനീസിലേക്ക് അത് മെയിൻ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ എക്സ്പീരിയൻസിൽ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ആദ്യം അവിടെ പഠിച്ച അലുമിനീസിനെ കോൺടാക്ട് ചെയ്യുക. മെയിനായിട്ട് അവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത അലുമിനീസിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവരോട് ആ കോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചും സിറ്റീനെ കുറിച്ചും ആ സ്കൂളിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ചോദിക്കുക. അപ്പോൾ അവർ മാക്സിമം നമ്മളെ ചിലരൊന്നും ചിലപ്പോൾ 10 ആൾ മെസ്സേജ് അയച്ചാൽ അപ്പോൾ 2 ആളൊക്കെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ കീപ്പ് ഓൺ എന്താ വർക്കിംഗ്. എന്നിട്ട് അത് ഷഫീഖ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ ഫുൾ കാണാം. അത് വെച്ച് ഞങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിൽ കുറേ ഇൻഫോർമേഷൻ ഉണ്ട്. ഇപ്പോൾ ഷഫീഖ് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രയോ മണിക്കൂറുകളുടെ റിസർച്ച് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക്. അപ്പോൾ കുറേ പേര് വെച്ചോ ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ അവർ ഫുള്ള് കാണാൻ റെഡി ആവില്ല, എന്നിട്ട് ചുമ്മാ കമൻറ്റ് ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അതെ എന്നുവെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന ഇൻഫോർമേഷൻ കമൻറ്റിൽ ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വീഡിയോ അതിനൊരു എന്ന് വെച്ചാൽ വേറെ വെച്ചാൽ ഇവിടെ വന്നാലും നിങ്ങൾ ഇവിടെ ക്ഷമ എന്നുള്ള സാധനം വേണം, ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളിവിടെ സർവൈവ് ചെയ്യണം എന്ന് വെച്ചാൽ അത് ഇവിടെ ഫ്രാൻസ് എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മളുടെ വീട് വിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഇതിന് മുന്നത്തെ വീഡിയോയിൽ മറ്റേ ഹഷീം പറഞ്ഞ പോലെ ആ കറക്റ്റ് പോയിന്റ് അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്തുണ്ടാക്കുന്ന ഫ്രം 0 to നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുണ്ടാക്കുന്ന, അല്ല നമുക്ക് ഇവിടെ ഒരു ബേസും ഇല്ലാതെ വരുന്നവരോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പേഷ്യൻസും ഹാർഡ് വർക്കും എല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പൊന്തി വരാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കാരണം നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവും, കൾച്ചറൽ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ നമ്മൾ ഫോളോ ചെയ്ത ഫുഡിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നം വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ പെർസീവ് ചെയ്ത് കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു അതൊരു ഇതാണ് നമുക്ക് ഇതിന് ഇപ്പോൾ ഈ പ്രോസസ്സിന് ഇപ്പോൾ വിസ ചെയ്യാനുള്ള പ്രോസസ്സിന് ഒന്നും നമുക്കൊരു ക്ഷമ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അതൊരു സൈൻ ആയിരിക്കും. ചിലപ്പോൾ ഇത് എനിക്ക് പറ്റിയതായിരിക്കില്ല എന്നുള്ള അതായിരിക്കും. കാരണം നമ്മൾ ഇത്രയും നാളെ നമ്മൾ കൊണ്ടുവരുന്ന പ്രൊഫൈല് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫൈൽസ് ആണ് ഇതുവരെയും. പക്ഷേ ഇതിൽ നിന്ന് എല്ലാം വിട്ടു പോകുന്ന എത്രയോ ആൾക്കാർ, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. വന്ന് കാശ് മുടക്കി കാശ് കുറേ പോയി
തിരിച്ചു പോകുന്ന ഒരുപാട് പരാജയപ്പെട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നവർ, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി അല്ലാത്തത്, പിന്നെ സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഷഫീഖിനായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഷഫീഖ് പറയുന്നത് വെച്ചാൽ ഞാൻ ഇവിടുത്തെ റിയാലിറ്റി എന്താണ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതപ്പോൾ നിങ്ങൾ വരുന്ന ആർക്കാണെങ്കിലും അത് ഉൾക്കൊണ്ടുവരാം. അപ്പോൾ ഷഫീഖ് നാട്ടിൽ പഠിച്ച കാര്യങ്ങളൊന്ന് നമുക്ക് ഫ്യൂ ലൈൻസ്. എൻ്റെ സ്റ്റഡീസൊക്കെ കുറച്ച് എന്താ പറയുക, എൻ്റെ സ്റ്റഡീസൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഞാനൊരു മിക്സ്ഡ് ആണ് ഒക്കെ പഠിച്ചത്. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു എഞ്ചിനീയറിങ് ആ ഒരു സെക്ടറിലേക്ക് പോകണം എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഞാനെന്തോ അതിലേക്ക് എനിക്ക് താല്പര്യം പോയി. പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യണം എന്നൊക്കെ കാര്യം അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഫ്രഞ്ചിൽ ഗ്രാജുവേറ്റ് ചെയ്ത്, ഫ്രഞ്ചിലാണ് ഗ്രാജുവേഷൻ ചെയ്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ B2 ലെവലാണ് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴേക്ക്. പക്ഷേ അത് നമുക്കറിയാം ഒരു ഫ്രാങ്കോഫോൺ അറ്റ്മോസ്ഫിയർ അല്ല, അതായത് ഫ്രഞ്ച് സ്പീക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ല. പിന്നെ നമ്മൾ പ്രാക്ടീസിങ് കുറവായിരിക്കും സംസാരിക്കത്തിലൊക്കെ. പിന്നെ കുറച്ചും കൂടി നാട്ടിലെ കറിക്കുലം, കുറച്ചും കൂടി നമ്മളുടെ കറിക്കുലം പറഞ്ഞാൽ കുറച്ചും കൂടി റിട്ടേണിൽ ഫോക്കസ് ചെയ്യുന്ന കറിക്കുലമാണ്. അതായത് ഞങ്ങൾക്ക് കുറേ ഫ്രഞ്ച് ഹിസ്റ്ററി, അങ്ങനെ ലിറ്ററേച്ചർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നില്ല, കുറേ എഴുതുന്നുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. അതായത് നമുക്ക് സംസാരിക്കാനൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നമുക്കൊരു ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എൻ്റെ ഡിഗ്രി സമയത്ത് എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടി ഫ്രഞ്ച് എംബസിയിൽ. അങ്ങനെ ഒരു ഡിജിറ്റൽ എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ കുറേ ഫോട്ടോഷോപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് എനിക്ക് എംബസിയിൽ കിട്ടിയ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ ഈ എംബസിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന പീരീഡിലാണ് എനിക്ക് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നാട്ടിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഇതേപോലെ അന്ന് ക്ഷമൻ്റെ കുറവ് എന്താ അറിയില്ല. പിന്നെ അതെന്താ നമ്മുടെ വിധി എന്നൊക്കെ പറയാം. അന്ന് 2-3 റിജക്ഷനൊക്കെ വന്നപ്പോൾ പിന്നെ വിചാരിച്ചു നോക്കി കാര്യമില്ല, പുറത്ത് പോകുക തന്നെ, മാസ്റ്റേഴ്സ് ഇല്ലാണ്ട് ജോബ് നടക്കില്ല എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇങ്ങോട്ട് ഇതേപോലെ സ്കൂൾ അപ്ലൈ ചെയ്തു, ഇവിടെ വന്ന്. അത് ഇവിടേക്ക് വരാൻ ആക്ച്വലി ലാംഗ്വേജ്, ബിസിനസ് സ്കൂളിലാണെങ്കിൽ ലാംഗ്വേജ് വേണ്ട. ബിസിനസ് സ്കൂളിലാണെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. എൻ്റെ കോഴ്സ് ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആണ്. ഞാൻ അങ്ങനെ ചൂസ് ചെയ്തത്. ചില കോഴ്സസ് ഫ്രഞ്ചിലുണ്ടാവും, പിന്നെ കൂടുതൽ ഇംഗ്ലീഷ് തന്നെയാണ്. ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ സമയത്തൊക്കെ ചിലപ്പോൾ ഫ്രഞ്ചിന് വരും. പക്ഷേ ഇംഗ്ലീഷ് ടോട്ട് തന്നെയാണ്. അത് നമുക്ക് ചൂസ് ചെയ്യാം. ബിസിനസ് സ്കൂളുകളിൽ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. പിന്നെ ഫ്രഞ്ച് ടോട്ടും ഉണ്ടാവും, നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ സ്പെസിഫിക് കേസിൽ ലാംഗ്വേജ് ഒരു റിക്വയർമെൻ്റ് അല്ലായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഇതായിരുന്നു, പ്ലസ് ആയിരുന്നു. അപ്പോൾ ഇതേപോലെ പിന്നെ ഇംഗ്ലീഷാണ് മെയിൻലി റിക്വയർഡ്. അതായത് ബിസിനസ് സ്കൂളിലാണെങ്കിൽ ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചത് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് മീഡിയം ഓഫ് ലാംഗ്വേജ് എന്ന് പറയും. ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലെങ്കിൽ നമ്മൾ അയൽസോ ടോഫലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് എക്സാംസ് എഴുതി, ടോയ്ക്ക് അങ്ങനത്തെ എക്സാംസൊക്കെ എഴുതിയതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു. ഇത്രയും കാലം പഠിച്ചത് ഇംഗ്ലീഷിലാണെന്നുള്ളത് നമ്മുടെ സ്കൂളിൽ ഡിമാൻഡ് ചെയ്താൽ മതി, അവർ തരും. നമ്മൾ ടോട്ട് പ്രോഗ്രാം ഇംഗ്ലീഷിലാണ് പഠിച്ചത്. അവർ മാറ്റർ കൊടുത്താൽ മതി, നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ അവർ തരും. പ്രത്യേകിച്ച് നാട്ടിലെ കോളേജൊക്കെ ആണെങ്കിൽ അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ മാറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് മാറ്റർ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ആ മാറ്റർ വെച്ച് കൊടുത്ത് അവരുടെ ലെറ്റർ പാഡിൽ അടിച്ചു കൊടുത്താൽ മതി. അത് എല്ലാ സ്കൂളും അക്സെപ്റ്റ് ചെയ്യും. ചില സ്കൂൾസൊക്കെ അയൽസ് തന്നെ ചോദിക്കുന്നുണ്ട്. അയൽസിൽ ഇത്ര വേണം, ഇത്ര ബാൻഡ് വേണം, അല്ലെങ്കിൽ ടോഫൽ വേണം, ടോയ്ക്ക് വേണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഇന്ത്യൻസിനുള്ള ഒരു ബെനിഫിറ്റ് ഇതാണ്, ചില സ്കൂളുകളൊക്കെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അത് ഇന്ത്യൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാം ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ.